സംസ്ഥാന വികസനത്തിനായി പ്രവാസികൾ കഴിഞ്ഞ ഒരു വർഷം നാട്ടിലേക്ക് അയച്ചത് 2,16,893 കോടി രൂപ. വിവിധ രാജ്യങ്ങളിലുള്ള 22 ലക്ഷം മലയാളികളിൽ നിന്നാണ് തുക എത്തിയതെന്ന് ലോക കേരള സഭയിൽ പുറത്തിറക്കിയ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ ഇരുദയ രാജന്റെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേരളത്തിന്റെ ജനസംഖ്യാഘടനയിലും സമ്പദ്വ്യവസ്ഥയിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായും ഇക്കാര്യത്തിൽ നയപരമായ ഇടപെടലുകൾ ആവശ്യമാണെന്നുമാണ് ലോക കേരള സഭയിൽ പുറത്തിറക്കിയ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. കോവിഡ് കാലത്തുണ്ടായ ഇടിവിന് ശേഷം 2023 കേരളത്തിലേക്കെത്തുന്ന ആകെ പ്രവാസി പണത്തിൽ വൻ കുതിച്ചുചാട്ടമാണുണ്ടായത്. 2018 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ 85,092 കോടി രൂപയായിരുന്നുവെങ്കിൽ 5 വർഷത്തിനുപുറം അത് 154.9% വർധനവുണ്ടായി. പ്രവാസികൾ വീടുകളിലേക്ക് അയക്കുന്ന പണത്തിലും ഗണ്യമായ വർധനവുണ്ട്. 37,058 കോടി അയച്ചെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ NRI നിക്ഷേപങ്ങളിൽ 21% വിഹിതം കേരളത്തിൻ്റെതാണ്. മൂന്നാം ലോക കേരള സഭയുടെ ഭാഗമായി ആധികാരികമായ ഒരു കേരള മൈഗ്രേഷൻ സർവേ എന്ന ആശയം ഉയർന്നു വന്നത്. ആ നിർദ്ദേശമാണ് നടപ്പാക്കിയിരിക്കുന്നത്. പ്രവാസി സമൂഹത്തെക്കുറിച്ച് ഇത്തരമൊരു ആധികാരിക രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നുവെന്നതിൽ ലോക കേരള സഭയ്ക്ക് തന്നെ അഭിമാനിക്കാം. 20,000 കുടുംബങ്ങളിൽ നിന്നാണ് വിശദമായ വിവരശേഖരണം നടത്തിയത്. അങ്ങനെ തയ്യാറാക്കിയ സർവേ റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2018 21 ലക്ഷമായിരുന്ന പ്രവാസികളുടെ എണ്ണം 2023 22 ലക്ഷത്തിലെത്തി. കേരളത്തിൽ നിന്നുള്ള മൊത്തം പ്രവാസികളിൽ 11.3% പേർ വിദ്യാർത്ഥികളാണ്. 1 ലക്ഷം പ്രവാസികളുള്ള മലപ്പുറം തിരൂർ താലൂക്കാണ് പ്രവാസികളുടെ എണ്ണത്തിൽ മുന്നിലുള്ളത്. ഇടുക്കി ദേവികുളം താലൂക്കാണ് ഏറ്റവും പിന്നിൽ. 2023 18 ലക്ഷം മലയാളികൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയതായാണ് റിപ്പോർട്ട് പറയുന്നത്. 2018 ഇത് 12 ലക്ഷമായിരുന്നു. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ, കർശനമായ കുടിയേറ്റ നയങ്ങൾ എന്നിവയാണ് കാരണമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.